ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പുട്ടും കടലയും ഇഡ്ഡലിയും ദോശയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ഫ്രൂട്ട്സ് ഞാനിവിടെ കഴുകി വെച്ചിരിക്കുക കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുകയാണ്. ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, നമ്മളിതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആപ്പിളും ബ്ലൂബെറിയും സ്ട്രോബെറിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. മെയിൻ ഘടകം മ്യൂസ്ലിയാണ് കേട്ടോ. മ്യൂസ്ലി എന്ന് പറയുന്നത് ഓട്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഓട്സും മ്യൂസ്ലിയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓട്സ് എന്ന് പറയുന്നത് ഓട്സ് മാത്രമായിരിക്കും, മ്യൂസ്ലിയിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മ്യൂസ്ലി എന്ന് പറയുന്നത് മോർ വിറ്റാമിൻസും മിനറൽസും ഹെൽത്തി ഫാറ്റ്സും ഫൈബറും അടങ്ങിയതാണ്. ഇത് ലോ ഷുഗറിനും ലോ കലോറിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഹൈ ഇൻ അയേണും പൊട്ടാസ്യം, സിങ്ക്, വിറ്റാമിൻ ഇ എന്നിവ അടങ്ങിയതാണ് കേട്ടോ മ്യൂസ്ലി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഒരു ആപ്പിളാണ് കേട്ടോ. ആപ്പിളിന് 2 പീസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആപ്പിൾ എന്ന് പറയുന്നത് ഡൈജസ്റ്റേഷൻ ശരിയാക്കാനും ബ്രെയിൻ ഹെൽത്തിനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാൻസർ, ഹാർട്ട് ഡിസീസ് എന്നിവ പ്രിവെൻറ്റ് ചെയ്യാനും ആപ്പിൾ സഹായിക്കും കേട്ടോ. സ്ട്രോബെറി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, ഒരെണ്ണമാണ് എടുക്കുന്നത് ഇവിടെ. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നു. ബ്ലൂബെറി ഒട്ടും മോശക്കാരനല്ല കേട്ടോ, നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും അതോടൊപ്പം തന്നെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്തിനും ഒക്കെ ബ്ലൂബെറി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പറേഷനിലേക്ക് ഇടുന്നാലോ. അപ്പോൾ വേഗം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 10 സ്പൂണോളം മ്യൂസ്ലി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനാവശ്യമായ വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത് കേട്ടോ. പാല് ചേർക്കാവുന്നതാണ്, പക്ഷേ ഞാൻ പാല് കുടിക്കാത്തത് കൊണ്ടാണ് വെള്ളം ചേർത്ത് നമ്മൾ മ്യൂസ്ലി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഒന്ന് പകുതി കുറുകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ബ്ലൂബെറി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് കട്ടയാവുന്ന പരുവാകുമ്പോൾ നമുക്കത് ഓഫാക്കാം. തണുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ കട്ടയാവും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാട്ടോ ഞാൻ മാറ്റുന്നത്. അങ്ങനെ സെർവ് ഡിഷിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആപ്പിളും ബ്ലൂബെറിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അലങ്കാര പണികളിൽ ഒട്ടും കുറവ് വരുത്താതെ ഞാനും എൻ്റെതായ രീതിയിൽ ഗാർണിഷൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പൂവാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എന്തായെന്ന് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തില്ലേ? നിങ്ങളും മ്യൂസ്ലിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്താ അതിൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.